നമസ്കാരം. അത്യാവശ്യത്തിന് നമ്മൾ ആരെയെങ്കിലുമൊക്കെ കടങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷെ സമയത്ത് നമുക്ക് ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരും. പറ്റാതെ വന്നാൽ എന്ത് സംഭവിക്കും? ഒളിച്ചു നടക്കും. അതെ, ഒളിച്ചു നടക്കും. പക്ഷേ അങ്ങനെ ഒളിച്ചു നടക്കുമ്പോൾ ഇതേപോലെയൊക്കെ ചിലതൊക്കെ സംഭവിക്കും. അതെ അതെ. നീ എവിടെ നിൽക്കണ? എവിടെയാ നീ? കൂട്ടറായില്ലേ? വീട്ടില്ലേ? ഉണ്ണാൻ പോണില്ലേ? ഇപ്പൊ എവിടെ കിടന്ന് കറങ്ങണേ? ഞാൻ ജോലിയും കഴിയുന്നില്ല. തങ്കമണി ഉണ്ടല്ലേ, ആ പെണ്ണുമ്പിള്ള ഇപ്പൊ അന്വേഷിച്ച് മേളിൽ നിൽക്കായിരുന്നു. പൈസ വെച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞു. നമുക്ക് 10,000 പിന്നെ കടം വാങ്ങിച്ചാണ് കൊടുക്ക ഒരു നിവൃത്തിയില്ല. ലോകം 10 കടം വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ഇടപാടിൽ ഞാൻ 1-2 പേർക്ക് വാങ്ങിച്ചു കൊടുത്ത്. അവസാനം ഇപ്പൊ അവർ എന്നെ തപ്പി കിടക്കാൻ. പൈസ ജോലി ചെയ്താൽ കൊടുക്കും അല്ലേ? ജോലി ഇല്ല കൊടുക്കണം അവിടെ നിന്ന്. ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടേ? അതൊക്കെ ഇപ്പൊ നടക്കുമല്ലേണ്ണ. അവിടെ മുമ്പ് ചെന്ന് ചാടിയാത്തി എന്റെ പൊന്നെ. വായാടി എന്ന് പറഞ്ഞാ ഓവർ ലാപ്പിസം വായാടി എന്ന് പറഞ്ഞ സത്യം കണ്ടിട്ടില്ല. മറ്റേ 1-2 പൊട്ടിക്കുകയും ചെയ്യാം എൻ്റെ കൂടെ. ഭയങ്കര തന്നെ സത്യത്തിൽ അവിടെ നിന്ന് വാങ്ങിച്ചു പോയി തിരിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല. ഇപ്പൊ കണ്ട ഞാൻ പറയും അണ്ണന് ഞാൻ കടം കൊടുക്കുന്ന പറയും. ഏട്ടാ പിന്നെന്ത് ചോറൊന്നും പോയില്ലണ്ണ? വാങ്ങിക്കല്ലേടേ? അതൊന്നും ഈ മഴ സമയത്ത് നീ അവിടെ നിന്ന് ഇവിടെ കിലോക്കിനൊക്കെ തരും. എടാ നീ അവിടെ വെച്ച് കണ്ടടേ, നീ അവളെ എവിടെ വെച്ചിട്ടുണ്ട്? ഞാൻ എന്തുകൊണ്ട് ജംഗ്ഷനിൽ നിന്നപ്പോ എന്നാ ഡേ മറ്റേ അവനെ കണ്ട സരസനെ കണ്ടാ നീ? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി, എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞു ഡേ അവന് പൈസ വാങ്ങിച്ചിട്ട് നോക്കാം, അവനെ മുങ്ങി അടക്കാണ്, എനിക്ക് പല ആവശ്യമുള്ള പൈസയാണെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ എന്താ നാണം കിട്ടുക, കാരണം അവിടെ നിന്ന് റോഡിൽ നിന്ന് വന്നാ എന്റെ പൊന്നെ കണ്ണ പിടിച്ചള. പക്ഷെ ഇതൊരു ഉടായിപ്പാണ് കേട്ടാണ്, ഇങ്ങനെ ജീവിക്കില്ല. വാങ്ങിച്ച കൊടുക്കും, പക്ഷെ പൈസ വേണ്ട. കൊടുക്കും. മഴയെങ്കിൽ മഴ, ചൂടെങ്കിൽ ചൂട്, ഒരു നിവർത്തിയില്ല. നീ പിന്നെ ജോലിക്ക് പോകണില്ല അവിടെ? എന്തെറ്റി? അപ്പൊ നിൽക്കുവാ. അത് വേണം. സ്വന്തം കടം മറച്ചു വെച്ചിട്ടാണ് എന്റെ കടം അവൻ പറയുന്നത്. കടമില്ലാത്ത ആരും ഇല്ല. എടാ മുങ്ങി നടക്കണ പിന്നെ അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മാസം ഓരോരുത്തർ ജോലിക്കും. ഇവന്റെ ഏർപ്പാടെന്ന് വെച്ചാൽ ഓരോ മാസം ആരെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവരെ കടം വാങ്ങിച്ചിട്ട് ചെയ്യും. എങ്ങനെ ഇരിക്കുന്നു സുഖ ജീവിതം? പിള്ളേരെ വളർത്തണ്ടേ അണ്ണാ, പിള്ളേരെ വളർത്തണ്ടേ? പിള്ളേരെ ഇങ്ങനെ വളർത്തേ? വളർന്നില്ല, വളർത്തി എടുക്കണ്ടേ? ഒരു ഒരെണ്ണം 12 വയസ്സ്, ഒരെണ്ണം 8 വയസ്സ്. ഇതാ തങ്കമണി പറഞ്ഞു കേട്ടാടേ, കലിപ്പാണ് കേട്ടാ. നീ എവിടെങ്കിലും കയറി നിന്നെ കാണാൻ ചോദിക്കും. ചുമ്മാ കറക്റ്റ് കഴിഞ്ഞ കാര്യം. ഓ അവള് വായിരിക്കണ കേൾക്കാൻ പറ്റില്ലണ്ണ. എവിടെ നിൽക്കണ? എന്ത് ചേച്ചി സരസനെ കണ്ടോ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നതല്ല അവര് പറഞ്ഞത്. കണ്ടിട്ട് എത്ര ദിവസമായി? ഇവിടെ അങ്ങനെ നിപ്പുണ്ടോ? നിങ്ങൾ കാണണമെങ്കിൽ പറയും, ഞാൻ അന്വേഷിച്ചു. എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്. ചേടാ അവനെ ഒന്ന് കാണണ്ടേ, കണ്ടു കിട്ടണ്ടേ? എവിടെ പോയി? അവനെ എന്നെ കാണുമ്പോൾ ഒളിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നീ ഇവിടെങ്ങാണോ ഉണ്ടോ? ഈ ഉണക്കവിന് എന്താ വില? തപ്പും.
അങ്ങനെ ഒരാളിനെ അറിയില്ല. അറിയണം, അതൊരു സംഭവമാ. പരിപാടി മാത്രമേ ഇവിടെ വേറെ ആരും പരിപാടി ഇല്ലല്ലോ. ഉണ്ടോ? അപ്പൊ നിങ്ങളുടെ പൈസയാ ഓ അവനാ നിങ്ങളുടെ കൈ കൊണ്ട് തന്നു. ഞാൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അയാൾ പറയാതെ ഞാൻ ഇവിടെ വരുമോ? എന്റെ പൈസ കൊണ്ടുവന്നാണ്. അയ്യോ, ഞാൻ ഇത്രയും നേരം കൊണ്ട് ഇവിടെ കാലം വാങ്ങിച്ചിട്ട് അവനെ കണ്ടിട്ടൊന്നുമില്ല. അവ അവിടെ ജംഗ്ഷനിൽ വെച്ച് നിങ്ങളുടെ പേരെന്ത്? എന്റെ പേര് അജി. എന്നൊരു ജി അവസാനം പറഞ്ഞു. എന്നെ ഓ, അവനെ വിളിക്ക്. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? നിനക്ക് ഞാൻ പൈസ തരാനാ? ഓ, ഇല്ല, ഞാൻ പൈസ വാങ്ങിച്ചാ. നിങ്ങൾക്ക് കൊണ്ട് തന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞ ഇവിടെ വരി, ഇവിടെ വന്നാൽ കാണുമെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കാം, പോലീസിനെയൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം എടുത്തോട്ട് പോകും. എടുത്തോണ്ട് പോ. എനിക്കറിയാവില്ല. നിങ്ങൾ ചിരിക്കല്ലേ? നിങ്ങൾ തിരിച്ചു കാണിക്കുന്ന ആരെയാ? എന്റെ പൈസ മേടിച്ചിട്ട് അവൻ ലോകം ഉടായിപ്പ, മനസ്സിലായ? വീട്ടിൽ ചെന്നാ അവൻ വീട്ടിൽ കാണൂല. പെണ്ണുപിള്ളയോട് പറയും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറയും. ഞാൻ പറഞ്ഞ തിരിഞ്ഞൊക്കെ അപ്പുറത്ത് വരുമ്പോ അവിടെ നിന്ന് ഓടും. എനിക്ക് ഓടാനൊന്നും വയ്യ. ഇന്ന് ഞാൻ അറിഞ്ഞു ഇവിടെ വന്നു. ഞാൻ അറിഞ്ഞു എന്നെന്തായാലും നിങ്ങൾ പൈസ തരിക. ഞാൻ പൈസ തരാനാ? നിങ്ങൾ പൈസ വാങ്ങിന്നാണ് അവൻ പറഞ്ഞേ. പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഓ, ഇതാണ് അജി. ഓരോ സാഹചര്യങ്ങളല്ലേ, ആരെങ്കിലും ഇടനില നിർത്തി വാങ്ങിക്കൂലേ? നിങ്ങൾ വാങ്ങിക്കൂലേ? നിങ്ങൾക്ക് തരില്ല, വേറെ ആളുടെ കിട്ടൂലേ? അത് തരും. കൃത്യമായിട്ട് കൊടുക്കാത്തവർക്ക് വേറെ ആളിൽ നിന്നും ചോദിച്ചാൽ കിട്ടും. കൊടുക്കില്ലേ? കൊടുക്കും. അങ്ങനെ എങ്ങാണെങ്കിൽ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അവര് നിന്റെ കട നിറയ്ക്കൊന്നു ഇത്രയും കട നാളെ ഇരിക്കും പോകുന്നത്. 1-2 രൂപയൊന്നും അല്ല. കാര്യം പറ. നിങ്ങൾ കഴിച്ചു പോയി. നിങ്ങൾ ഇന്നിപ്പോ കിട്ടിയ കാര്യമില്ല. നമ്മൾ വന്നിട്ട് നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ മതി. നിങ്ങൾ ഇന്നിപ്പോ എനിക്ക് ഇന്നിപ്പോ ആൾക്കാരെ ഇങ്ങോട്ട് മനുഷ്യന്റെ അവസ്ഥകള് നമ്മൾ അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോയി. എനിക്ക് നീ അങ്ങോട്ട് പോയി. പൈസ വിടണ. അല്ല, നിങ്ങൾ പാച്ച എന്റെ ഞാൻ പൈസ തന്നില്ല അണ്ണാ. എനിക്ക് പൈസ നിങ്ങൾ മാറിപ്പോ. പൈസ തന്നാ നീ എനിക്ക്? അണ്ണാ, ഇവര് വന്ന പൈസ അണ്ണനല്ലേ കൊണ്ടുവന്ന അണ്ണാ. ഞാൻ പൈസ മാറ്റില്ല. അറിയേണ്ട കാര്യമില്ല. മാറി അപ്പൊ ഞാൻ കൊടുത്തപ്പോ നീ എന്റെ അടുത്ത് നേരാക്കോ? ഞാൻ നിന്നെ എന്നാ പൈസ വാങ്ങിച്ചത്? അണ്ണാ എന്തിനാ ഇവ എന്തിനാണ് പറഞ്ഞ? കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അണ്ണാ, അവര് പലിശക്ക് വന്ന പൈസ നിങ്ങൾക്കല്ലേ കൊണ്ടുവന്നത്? പോണാണ്. നിങ്ങൾ തമ്മിൽ ഷോ കാണിക്കണ്ട. എന്റെ ക്യാഷ് എന്റെ പൈസ ഞാൻ പോവില്ല. ചാച്ചി, നിങ്ങളെ പൈസ ഞാൻ കൊണ്ട് അണ്ണനാണ് കൊടുത്തത്. അങ്ങേരാണ്ട് കൊള്ളാം കേട്ടാ. കണ്ട അല്ല എന്തിന് ഞാൻ വിളിച്ച നീ ഫോൺ ഞാൻ നിന്ന് കളിച്ചു കഴിഞ്ഞ തങ്കമണിയെ കാണാനാ എനിക്ക് അവിടെ എന്നെ കൊല്ലുമെന്നാണ്. ആര് പറഞ്ഞു? അപ്പൊ ഞാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ എടാ, നീ തങ്കമണി വരും, നീ നിന്റെ അടി കയറി ഇരിക്കുന്ന അണ്ണനല്ലേ പറഞ്ഞത്? പൈസ മേടിച്ച് പലിശ പോലും തരാതെ ഇവിടെ വന്നതിന് കരഞ്ഞോണ്ട് നിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യും. എന്നെ കൊല്ലും. എന്നെ ഒന്നിവിടെ ഒതുക്കിയിരിക്കട്ടെ. അവിടെ അങ്ങോട്ട് പോകുമ്പോ ഞാൻ എനിക്ക് പോവാം. അണ്ണാ, ഒരു കാര്യമല്ല അണ്ണാ, 60,000 രൂപ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച് എനിക്ക് അത്യാവശ്യം പറഞ്ഞ് ഞാൻ കൊടുത്ത്. അപ്പൊ പറഞ്ഞ നീ അല്ലേ സാധനം വാങ്ങിച്ചോളൂ. അപ്പോഴും നീ എന്താ പറഞ്ഞേ? എന്നെ ഒളിച്ചിരുത്ത് എന്നെ കീറുമെന്ന് പറഞ്ഞവള്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുക? അവൾ അവിടെ ഒതുങ്ങിയിരുന്നല്ലേ? എന്തിനാ നിങ്ങൾക്ക്
പരിചയം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെ വിളിച്ചു ഒളിച്ചിരിച്ചു ഞാൻ ഒതുങ്ങി ഇരിക്കാൻ പറയും. ശരി, നിങ്ങൾ അവിടെ വന്ന് തിരക്കൊണ്ടോ അവിടെ കച്ചവടം നടത്തുന്നതാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത്. ഒന്ന് സഹോദരി, ഇവനെ എനിക്കറിയില്ല. എന്റെ ദൈവ സത്യത്തിൽ 60,000 രൂപ 10,000 രൂപ നീ എടുത്തോ, 50,000 രൂപ എന്റെ തന്നാ മതി എന്ന് പറഞ്ഞ് 50 രൂപ കൊണ്ട് തന്നു. എനിക്കറിയില്ല ഇവനെ, അമ്മയാണ് എനിക്ക് ഇവനെ അറിയില്ലേ. ദൈവ സത്യത്തിൽ എനിക്ക് പൈസ വാങ്ങിച്ചിട്ട് കള്ളം പറയില്ല കേട്ടാ. 50 രൂപ വാങ്ങിച്ചു വെച്ചിട്ട് അന്ന് അറിയില്ലെന്ന് പറയരുത്. എന്റെ പൊന്നു സഹോദരി, എനിക്ക് ഇവനെ അറിയില്ല. ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ അറിയേണ്ട ആവശ്യമില്ല. എന്റെ പൈസ കിട്ടിയാൽ മതി. നിങ്ങൾ എന്റെ പൈസ കിട്ടിയാൽ മതി. ഒരാളെയെ ഞാൻ വായിച്ചില്ല. കള്ളം പറയില്ല അമ്മയാണ് ആളെയെ ഞാൻ വായിച്ചില്ല. ദൈവ സത്യത്തിൽ ഇവനെ എനിക്കറിയില്ല. അണ്ണ 50 രൂപ എനിക്കറിയില്ലടാ. അണ്ണ 50 രൂപ തന്നില്ല അണ്ണ. അടിക്കല്ല പൈസ വാങ്ങിച്ചിട്ട് ഇപ്പം അളിയെത്തി പോലീസ് എവിടെ ആളിയാ? ആരെങ്കിലും വിളിക്കാൻ അളിയെത്തി പോലീസ് പോലീസുകാരോട് നിങ്ങൾക്ക് മേടിക്കാൻ അറിയായിരുന്നോ? ഞാൻ വായിച്ചില്ലടി. ഞാൻ പൈസ വായിച്ചില്ല. നിന്നെ കൊല്ലും ഞാൻ. അതല്ലെങ്കിൽ ഇവള് നിങ്ങളെ കൊല്ലും. നിന്നെ കൊല്ലുവാ. അതല്ല അവള് നിങ്ങളെ കൊല്ലും പൈസ കൊടുത്തില്ല. ഇവനെ എനിക്കറിയില്ല. എനിക്ക് ഇവനെ അറിയില്ല. ഇവനെ എനിക്കറിയില്ല. അണ്ണ 50,000 രൂപ 10,000 രൂപ നീ എടുത്തോ. ഞാൻ ചോദിക്കട്ടെ, എല്ലാം എന്റെ കടക്കകത്ത് പിടിച്ചിരുത്തിയാന്നിന് കടക്കാതെ നീ പിന്നെ പിടിച്ചിരുത്തിയാന്നിന് അവള് അതല്ല എനിക്കറിയാമോ ഇങ്ങനെ ഇവരിങ്ങനെ തീർത്തവരാണെങ്കിൽ നിങ്ങളെല്ലാം ഇവിടെ കണ്ടുകൊണ്ട് ഒളിച്ചിരിക്കാൻ വേണ്ടി ചോദിച്ചത്. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞവള് ഒന്ന് സൈലന്റ് ആകുമോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. പ്രാണാണ്. അപ്പൊ ഇവ എനിക്കറിയാമോ ഇവ ഇങ്ങനെ ഇവളെ രക്ഷപ്പെടുന്ന ഒതുക്കിയിരുത്തി പിള്ള ഇവ ഇങ്ങനെ നാടകം കളിക്കുന്ന എനിക്കറിയില്ല. എന്തൊരു നാടകമാണ് നമ്മളതിന് നാടകം കളിക്കാൻ പോയിട്ടുണ്ടോ? അത് കൊള്ളാമല്ലോ. നിനക്കെന്നെ ഞാൻ ഇവിടെ ഒതുങ്ങി ജീവിക്കാണ്. എന്റെ ഒരു സ്വഭാവമുണ്ട്. അല്ല ഫോണിലാണ് പോലീസിനാണെങ്കിൽ അത് ഒന്ന് ബ്ലോക്ക് ചെയ്തു. അല്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. സത്യം ഞാൻ മാറ്റില്ല. അറിയേണ്ട കാര്യമില്ല. ചാച്ചി നീ ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കും ചാച്ചി. ഞാൻ മാറ്റില്ല. അവനെങ്കിലും കാണാൻ പറ്റുള്ളൂ ചാച്ചി. എനിക്ക് വെള്ളം ഇവൻ കുറെ നാളുകൊണ്ട് എന്നെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക. എന്റെ പൈസ മേടിച്ചിട്ട് തരാതെ. ഞാൻ വാങ്ങിച്ചില്ല. എന്റെ അന്ന സംസാരിക്കാം. വർഷം 15 ഞാൻ അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ കൊടുക്കാനുള്ളവർ കൊടുക്കാന്ന് പറയും. ഇവനെ എനിക്ക് അറിയില്ല. പിന്നെ എന്തിനീ കടക്കകത്ത് കയറ്റി? ഇവൻ ഇവിടെ വന്ന് നിന്ന് പറഞ്ഞു ഒരുത്തി വരും എന്നെ കീറും വലിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എഴുതി പോവാം. പിന്നെ അപ്പൊ ചേട്ടൻ ചോദിക്കല്ലേ? അപ്പൊ ചേട്ടൻ ചോദിച്ചു ഇല്ലണ്ട അമ്മ അന്ന സത്യത അറിയില്ലേ? അതല്ലേ ഏട്ടാ. അപ്പൊ ചോദിക്കണ്ടേ എന്തിനാണ് നിന്നെ കീറുന്നെന്ന് ചോദിക്കണ വേണ്ടേ? നിങ്ങൾ പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ പറഞ്ഞ് ഇപ്പൊ വേറെ പൈസ കൊടുക്കാണ്ട് ഈ പുള്ളി പറഞ്ഞിട്ട് വന്ന് തങ്കമണി നിങ്ങളെ തിരക്കി നടക്കുന്ന നീ ഒളിച്ചു പോവാന്ന് പറഞ്ഞു. അപ്പഴേ നിങ്ങൾ ഇവിടെ എത്തി. അപ്പഴേ ഇവൻ ഒളിച്ചു ഇവിടെ ഇരുന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ വന്ന് ചോദിച്ചപ്പോ ഞാൻ ഇവിടെ തിരക്കി നടന്നോ? അപ്പൊ ചേട്ടൻ പറയണ്ടേ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയണ്ടേ? ചേട്ടൻ കള്ളത്തിനുണ്ടേ ഒരു മനുഷ്യനല്ലേ? ഒരു മനുഷ്യന്റെ അവസ്ഥയില് വന്നിരുന്ന് കരഞ്ഞു ഒരു മാസം. ശരിയാണ്, ഒരു പണിയില്ലായിരുന്നു. ചേട്ടനും ഇവിടെ മഴ സമയത്ത് കച്ചവടമില്ല. അങ്ങനെയാണ് 50 രൂപ വാങ്ങിച്ച് ഞാൻ കൊടുത്തത്. മനസ്സിലായില്ലേ? 50 രൂപ ഞാൻ വാങ്ങിച്ചു കൊടുത്ത്. പറഞ്ഞു മനസ്സിലായ? നിങ്ങൾക്ക് തന്നു എന്നാണ് അങ്ങനെ പറയണത്. ഇവനെ ഞാൻ പറയണേക്കാള് പലിശ എങ്കിലും എന്റെ പൈസ തന്നില്ല. തന്നത് അങ്ങനെ പറഞ്ഞു. എനിക്ക് വേറെ പറയണ്ട. എന്റെ പൈസ പിടിച്ചോളെ എന്നെ കൊല്ലല്ലോ കൂടെ എന്നെ അടിച്ചു. അവന്റെ മാ കൊണ്ട് ഇപ്പൊ ഞാൻ കത്തിട്ട് എന്തിനാ കളിക്കണേ? ഹലോ, നിങ്ങൾ എന്തിനാണ് എടുക്കാൻ പോണേ? അണ്ണ ഞാൻ നിങ്ങൾക്ക് പൈസ ഇല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ എന്നെ കൊല്ലുന്നതിന്
വിഷമമുണ്ടെന്നറിയാം. ഇവനെ എനിക്കറിയില്ല. എനിക്കിവിടെ അറിയില്ലടാ. അളിയാ ഞാൻ വായിച്ചില്ല. സഹോദരി ഞാൻ വായിച്ചില്ല. ഇവനെ എനിക്കറിയില്ല. പിന്നെ അങ്ങനെ പറയുന്നുണ്ടോ? ഇവനെ എനിക്കറിയില്ല. അമ്മയാണ് അറിയില്ല. എന്തിനു കടക്കാതെ വിളിച്ചിട്ട് ഞാൻ പറയാം ചേച്ചി, ഞാൻ പറയാം ചേട്ടാ, ഞാൻ ഉള്ള കാര്യം പറയാം ചേട്ടാ. അന്ന് വരണം, നമുക്ക് ഞാൻ ഒത്തീർപ്പാക്കാം പറയാം. നീ ആളിരിക്കുന്നു. ഞാൻ ഒതുക്കിട്ട് അല്ല ഒത്തീർപ്പാക്കണ്ടേ പൈസയുടെ കേസിൽ? ഞാൻ ഒതുക്കിട്ടാ പറഞ്ഞേ. ഞാൻ എന്താ പറഞ്ഞു? വരണോ? നിനക്ക് ഒതുക്ക്. നീ എവിടെ ഉള്ളവനാന്ന് എനിക്കറിയാം. നീ എവിടെയാണ്? പിന്നെ എനിക്ക് എങ്ങനെ അറിയാം? പിന്നെ നിങ്ങൾ പിന്നെ എന്നെ പിടിച്ച് അതിനകത്ത് കയറി ഇരുന്നോടെ എന്ന് പറഞ്ഞല്ലേ? അവള് പറഞ്ഞു നീ കയറി ഇരിയടേ എന്ന് പറഞ്ഞാ. അതെയാ അവനെ ഇവിടെ വലിച്ചു പൊളിഞ്ഞിരുന്നു. നിങ്ങൾ ഇവിടെ വന്നത് പറഞ്ഞ കണ്ടല്ലേ? ശബ്ദം കുറച്ച് പറയാം സംസാരിക്കുന്നു. അത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇന്ത്യ നേരത്തെ തന്നത്. ഞാൻ ഉണ്ടായില്ല ഇന്ന്. അപ്പൊ ഇപ്പൊ മാങ്ങ പ്രാണാണെന്ന് എനിക്കറിയാമോ? അറിയാം. ഇവ എവിടെ ഉള്ളവനെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഞാൻ എങ്ങനെ കൊടുക്കും? ഞാൻ അവരെ പൈസ മാറ്റിട്ടല്ലേ അവരെ എന്റെ കൊടുക്കും. പൊന്നേട്ടാ, നിങ്ങൾ തമ്മിൽ തർക്കിക്കാതെ എന്റെ പൈസ എനിക്കിന്ന് പൈസക്ക് ആവശ്യമുണ്ട്. താമസിക്കാതെ കടക്കത്ത് കയറി ഇരിക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? ആരെങ്കിലും ഒരാൾ അയാളെങ്കിൽ പിടിച്ച് ഞാൻ ചെന്ന് പിടിച്ച് എന്നെ ഇടിക്കുവേ. പതുക്കെ പിടിച്ച് എന്താണ് കാര്യം പറയുമ്പോ അതിന്റെ പിയാ ഇനി വിളിച്ചിറങ്ങി. സഹോദരി ഇവിടെ വന്നിരുന്നു. ഇവിടെ നിൽക്കണം. മറയില്ല അണ്ണ അടിക്കരുത്. മറയില്ല. ഇങ്ങോട്ട് പോകണം. അണ്ണ അണ്ണനെ എനിക്കും അറിയില്ല, എനിക്ക് അണ്ണനെ അറിയില്ല. ഇത് ആരാണെന്ന് അണ്ണനെ അറിയില്ല, എനിക്കും അറിയില്ല. അപ്പൊ കഥ മനസ്സിലായല്ലോ എന്താണ്? ആരും അറിയില്ല. ഇത് നമ്മുടെ ബിഗ് പ്രാങ്ക് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമാണ്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇവരെല്ലാം കൂടെ ചേർന്ന് അണ്ണനിട്ട് പണി എന്നാണ്. മനസ്സിലായ? അതിനകത്ത് ക്യാമറ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. ആർക്കും പൈസ കൊടുക്കാനും ഇല്ല, ആരും വാങ്ങിക്കാനും ഇല്ല. പറഞ്ഞു മനസ്സിലായ? മേടിച്ചു പോയാ? അന്ന് ആർക്കും 5 പൈസ കൊടുക്കാനില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി? നമ്മൾ അങ്ങനെ അല്ല അങ്ങനെ അല്ല അണ്ണ, അങ്ങനെയുള്ള ആളല്ല. അത് മനസ്സിലാവും അവർക്ക്. മനസ്സിലായ? അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഉള്ള അണ്ണ പിടിച്ചിരുത്തിയില്ലേ? വേണ്ട. ബിഗ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമഡി പ്രോഗ്രാമാണ്. പിടിച്ചിരുത്ത അത് ഒന്നാമത്തെ പാഠം. ആരെയും കടക്കാത്ത പിടിച്ചിരുത്തരുത്. അപ്പൊ പിടിച്ചിരുത്തിയാലാണ് മഴ കിട്ടിയത്. ഇല്ലെങ്കിൽ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. മനസ്സിലായ? അപ്പൊ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ആര്യനാട് മാർക്കറ്റിലാണ്. ഇത്ര പേരുടെ സപ്പോർട്ടിലാണ് നമ്മൾ അജിൽ ചേട്ടനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പറ്റിയത്. ഇല്ലേ? ഒരു ഗുണപാഠം ഇതിൽ നിന്ന് പഠിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ഒരുപാട് പേർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. പൈസ കൊടുത്തവരെ കണ്ടിട്ട് മുങ്ങിയടക്കുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. എങ്കിലും ഒരു പരിചയമില്ലാത്ത ആളിനെ കടക്കകത്ത് വിളിച്ച് ഇരുത്തരുത്. അതിലാണ് ഇത്രയും വലിയ ഒരു വയ്യാവലി വന്ന് കയറിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഞങ്ങളുടെ ബിഗ് പ്രാങ്കിന് ആദ്യമായിട്ട് ക്യാഷ് പ്രൈസ് ഓടിക്കുക. ഗ്രേസർ ഇൻഫോസിസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് ഇരിപ്പോട് നൽകുന്ന സമ്മാനം. ആൻസി യൂസ്ഡ് ബൈക്ക് കാറ്റക്കട നൽകുന്ന സമ്മാനം. സുൽത്താൻ ലക്കി സെന്റർ പറഞ്ഞോട് നൽകുന്ന സമ്മാനം. ദുബായ് ഹബ്ബ് പെർഫ്യൂം ചിന്നക്കട നൽകുന്ന സമ്മാനം. അപ്പൊ സന്തോഷമായില്ലേ? ഇപ്പം ടെൻഷൻ മാറിയില്ല.